നാവികസേനയുടെ പ്രകടനങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. INS ഇംഫാൽ, INS കൊൽക്കത്ത, INS തൃശൂർ, INS തൽവാർ എന്നിവ ഉൾപ്പെടെയുള്ള പടക്കപ്പലുകൾ എത്തിയിരിക്കുകയാണ്. പടക്കപ്പലുകളെ അഭിവാദ്യം ചെയ്യുന്ന, അവരെ വെൽക്കം ചെയ്യുന്ന സംസാരമാണ് നമ്മൾ, അതാണ് നേരത്തെ കേട്ടത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ആ പടക്കപ്പലുകൾ ഉൾപ്പെടെ ഇതാ ഇപ്പോൾ നമ്മുടെ ശംഖുമുഖത്ത്, നമ്മുടെ കടലിൽ, നമ്മുടെ തീരത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെടുകയാണ്. പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട്. പ്രശാന്ത്, നമ്മൾ കാത്തിരിക്കുന്ന കൗതുകങ്ങൾ എന്തൊക്കെ സസ്പെൻസുകളായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് മുൻപിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്? ആരൊക്കെയാണ്, ഏതൊക്കെ കപ്പലുകളാണ്? പ്രകടിപ്പിച്ചുകൊണ്ട് വാനത്ത് ഫയറിംഗ് നടത്തി. അതിനുശേഷം ഇപ്പോൾ അടുത്ത ആദരവ് പ്രകടിപ്പിക്കൽ നാവികസേനയുടെ INS കപ്പലുകളാണ്. അത് INS 4 പടക്കപ്പലുകൾ, INS ഉദയഗിരി, INS ഇംഫാൽ, INS കൊൽക്കത്ത, INS തമൽ, ഇവ 2 വശത്തു കൂടി 2 എണ്ണം വീതം വന്ന് ഒരുമിച്ച് ചേരുന്ന ഭാഗത്ത് വെച്ച് ഫയറിംഗ് നടത്തി രാഷ്ട്രപതിക്ക്, സർവ്വ സൈന്യാധിപയ്ക്ക് ആദരവ് പ്രകടിപ്പിക്കുന്നു. അങ്ങനെ ഇന്ത്യൻ നാവികസേനയുടെ ഓപ്പറേഷൻ ഡിമോ 2025 ശംഖുമുഖ തീരത്ത് തുടക്കമായിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച വളരെ മനോഹരമായ കാഴ്ച. ആകാശത്ത് ഈ കടൽ തീരത്തിന് മുകളിൽ ചേത്തക്കിന്റെ ബാനർ ഫോർമേഷനാണ് ഇത്. ചേത്തക്ക് ഇന്ത്യൻ നാവികസേനയുടെ ചേത്തക് ഹെലികോപ്റ്ററുകൾ എന്നത് വളരെ പ്രധാനപ്പെട്ട ഓപ്പറേഷനുകളിൽ ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററാണ്. മാത്രമല്ല ഹൈ ആൾട്ടിറ്റ്യൂഡിലടക്കം ഉപയോഗിക്കുന്നവയാണ്. മാത്രമല്ല ഈ ഹെലികോപ്റ്ററുകളുടെ ബാനർ ഫോർമേഷൻ അത് നാവികസേനയുടെയും ദേശീയ പതാകയും പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഈ ഫോർമേഷനാണ് ഇപ്പോൾ രാഷ്ട്രപതിക്ക് മുന്നിലൂടെ കടന്നുപോയിരിക്കുന്നത്. അങ്ങനെ 3 പ്രകടനങ്ങൾ ഇപ്പോൾ ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. അതിൽ INS പടക്കപ്പലുകളുടെ പ്രകടനം ഇപ്പോൾ കഴിഞ്ഞു. INS ഉദയഗിരി, INS ഇംഫാൽ, INS കൊൽക്കത്ത, INS തമൽ, ഈ 4 പടക്കപ്പലുകളാണ് ഇപ്പോൾ തീരത്തോട് വളരെ ചേർന്ന് ഈ രാഷ്ട്രപതി ഇരിക്കുന്ന പ്രധാന ഡയസിന് മുന്നിലെത്തി രാഷ്ട്രപതിക്ക് ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഈ തീരത്ത് നിന്ന് മുന്നോട്ട് നീങ്ങുന്നത്. ഒരു ഇടവേള പോലും ഇല്ലാത്ത രീതിയിൽ ഓപ്പറേഷൻ ഡിമോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ രീതിയിലാണ് ഷെഡ്യൂൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി വരാൻ പോകുന്നത് SK ബോംബർ ബസ്റ്റ് എന്നിവയാണ്. അത് ആകാശത്ത് നമുക്കിപ്പോൾ കാണാം. അത് തീരത്തിന് മുകളിൽ കടലിൽ യുദ്ധവിമാനങ്ങളുടെ കീഴ്പായുന്ന യുദ്ധവിമാനങ്ങൾ. ഇത് അതിസുന്ദരമായ കാഴ്ചയാണ്. നാവികസേനയുടെ കരുത്താണ്. ബോംബസ്റ്റ് എന്ന് പേര് നൽകിയിരിക്കുന്ന ജെറ്റ് ട്രെയിനർ വിമാനങ്ങളാണ്, AJT ജെറ്റ് ട്രെയിനർ വിമാനങ്ങളാണ് ഇപ്പോൾ കടന്നുപോയിരിക്കുന്നത്. ഇത് അടുത്ത പ്രകടനം എന്നത് അത് തീരത്ത് ഏവരെയും പ്രസിദ്ധിക്കുന്ന പ്രകടനം തന്നെയാണ്. അതായത് നാവികസേന കടലിൽ നടത്തുന്ന ഓപ്പറേഷനുകൾ, അതായത് റെസ്ക്യൂ ഓപ്പറേഷനും തിരച്ചിൽ ഓപ്പറേഷനും, അത് ഹെലികോപ്റ്ററിൽ നാവികരെ ഈ കടലിലിറക്കി അല്ലെങ്കിൽ കടലിലെ ബോട്ടിലിറക്കി രക്ഷപ്പെടുത്തുകയും തിരികെ ഈ ശത്രുപാളയത്തിലാണെങ്കിൽ അവരെ ഇറക്കി ഓപ്പറേഷൻ. A testament to this capability was evident in the daring rescue mission of 17 crew members of merchant vessel Ruin, undertaken by the Indian Navy in March 2024 at more than 2,600 kilometers from the Indian coast.